എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സുർബിയാൻ റൈസാണ്. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ സുർബിയാൻ റൈസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ സുർബിയാൻ ചെയ്തിരുന്നു, അത് ഒരുപാട് പേര് കണ്ടു, എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ബീഫ് കൊണ്ട് സുർബിയാൻ റൈസ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് കൂടിയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് സുർബിയാൻ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് അതിൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും അതേപോലെ സവാളയും നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ അതിൽ നെയ്യ് തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഈ ഒരു റൈസിലും ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനതൊന്ന് വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്കുള്ള ആവശ്യത്തിന് മുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുന്തിരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. മുന്തിരി പിന്നെ പെട്ടെന്നാവുമല്ലോ, ഒട്ടും സമയം വേണ്ട, ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ അത് റെഡിയായി വരും. എന്നിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സുർബിയാൻ റൈസിലേക്ക് മെയിനായിട്ട് വേണ്ട സംഭവമാണ് സവാള ഇതുപോലെ വറുത്തെടുത്തത്. അപ്പോൾ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാനിവിടെ 2 വലിയ സവാള കട്ട് ചെയ്തതാണിത്. അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഈ സവാളനെ ഒന്ന് വറുത്തെടുക്കാം. സവാള ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത് കേട്ടോ. പ്രത്യേകിച്ച് സുർബിയാൻ റൈസിൽ സവാള കരിഞ്ഞു പോയാൽ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഈ ഫ്രൈ ചെയ്ത സവാളനെ പൊടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മസാലയിൽ ചേർക്കുന്നത്. അപ്പോൾ അത് കരിഞ്ഞു പോയാൽ മസാലേൻ്റെ ടേസ്റ്റും ആകെ മാറിയിട്ട് ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ ക്രിസ്പി ആവണം, എന്നാൽ ഒട്ടും കരിയാനും പാടില്ല. നല്ല ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മളത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഈ ഒരു കളറാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കണം. നമ്മളിങ്ങനെ കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന ഒരു രീതിയിൽ തന്നെ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബീഫ് കുക്ക് ചെയ്യാം. അപ്പോൾ ബീഫ് നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൻ്റെ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് എല്ലുള്ള പീസും കൂടെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, മൊത്തം എല്ലില്ലാത്ത പീസ് മാത്രമൊന്നുമല്ല. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ഉരുളക്കിഴങ്ങിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ സവാള, അതിൻ്റെ കറക്റ്റ് പകുതി സവാള എടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യായതുകൊണ്ട് സവാള നമ്മൾ പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ചേർത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഈ ബീഫിലേക്ക് ആവശ്യത്തിനുണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാനും. വേറെ ഒന്നും ചേർക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ബീഫ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് വേവിക്കണം. നമ്മുടെ ബീഫിൻ്റെ വേവ് എങ്ങനെയാണോ അതിനനുസരിച്ച് എത്ര വിസിലാണെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ ബീഫ്. അപ്പോൾ എൻ്റെ ഈ ബീഫ് അത്യാവശ്യം നല്ല വേവുണ്ട ബീഫാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി അരി വേവിച്ചെടുക്കാം. അപ്പോൾ അരി വേവിച്ചെടുക്കാൻ ആവശ്യത്തിൻ്റെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് വെള്ളം വറ്റിച്ചല്ല എടുക്കുക, നമ്മൾ ഊറ്റിയിട്ടാണ് എടുക്കുക ഇതിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 പീസ് മുസമ്പിയുടെ തൊലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരു 2 കറുകപ്പട്ട, അതേപോലെ 2 ഗ്രാമ്പു, ഒരു 4 ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കണം. ബേ ലീഫ് നിർബന്ധമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കനാരങ്ങയാണ്. ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഉണക്കനാരങ്ങ എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഉണക്കനാരങ്ങ. അത് ചോദിച്ചാൽ മതി, ഡ്രൈ ലെമൺ എന്നും പറയും. ഇനി നമ്മൾ വെള്ളം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2.5 കപ്പോളം അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസിനെയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഒരു 15-20 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ദം ചെയ്യാണ്ടതാണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കുക്ക് ആവേണ്ട, ഒരു 80-90% കുക്ക് ആയാൽ മതിയാകും.
ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒരു 90% കുക്കായാൽ മതി. കാരണം കംപ്ലീറ്റ് ഇപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ദം ചെയ്യുമ്പോൾ അത് വേവ് കൂടിയിട്ട് അരി ആകെ ഒട്ടി പിടിക്കുന്ന രീതിയിലാവും. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ മുസമ്പിയുടെ തോലില്ലേ അത് എടുത്ത് മാറ്റണം. കാരണം അത് റൈസിൽ കിടന്നാൽ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു കയ്പിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് അത് റൈസിൻ്റെ കൂടെ ഇടണ്ട. അത് ഈ റൈസ് കുക്കായി കഴിഞ്ഞാൽ അതിന് മുകളിൽ നിന്ന് മുസമ്പിയുടെ തോലിങ്ങ് എടുത്ത് മാറ്റാം. അതേപോലെ ഞാനിപ്പോൾ ഈ ബേ ലീഫും കൂടെ എടുത്ത് മാറ്റുന്നുണ്ട്. ബേ ലീഫ് എടുത്ത് മാറ്റുന്ന നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ബേ ലീഫിൻ്റെ ഒരു പീസ് കൂടെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല, അതവിടെ ഉണ്ട്, കിട്ടി. അപ്പോൾ അതും ഞാൻ എടുത്ത് മാറ്റിയിട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ റൈസിനെ ഡ്രൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്കിനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ അരി വേവിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇതിലാണ് ഞാൻ ദം ചെയ്യാൻ പോകുന്നത് ചോറ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 സവാളയായിരുന്നു എടുത്തത്. ഇപ്പോൾ ഇതിൽ വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു സവാള മതി. അപ്പോൾ ഒരു സവാളേനെ കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളേനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു 2 പീസ് കറുവാപ്പട്ട, അതേപോലെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ഉണക്ക നാരങ്ങ കൂടെ ഇതിലേക്കും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 2 പച്ചമുളകാണ്. അതിനെ ജസ്റ്റ് ഒന്ന് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത ശേഷം ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അത്ര തക്കാളിയൊന്നും ഇതിൽ യൂസ് ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ചെറിയ തക്കാളിയാണ്. ഇപ്പോൾ ഒരു വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഫുള്ള് തക്കാളിയുടെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും തക്കാളി ഇട്ടിട്ട് ഇനി തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി കുറച്ച് മതിയേ, ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലകൾ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും ടേസ്റ്റ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കി നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഒരു 9 വിസിൽ വേണ്ടി വന്നു എനിക്ക് ആ ബീഫൊന്ന് കുക്കായി കിട്ടാൻ കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിച്ചതിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവും. ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെള്ളം നമ്മൾ ഒഴിവാക്കരുത്. കാരണം ആ ബീഫിൻ്റെ അതിൽ നമ്മളിട്ട ആ സാധനങ്ങളുടെയൊക്കെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വെള്ളം ഒരിക്കലും ഒഴിവാക്കരുത്. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് കിടന്നൊന്ന് തിളക്കട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ആ ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ അതിൽ ചേർത്തില്ലേ ആ പൊട്ടറ്റോ നമ്മൾ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് കഴിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ്. കാരണം ആ ബീഫിൻ്റെ ആ ടേസ്റ്റൊക്കെ അതിലിങ്ങ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പൊട്ടറ്റോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്യാം. വേറെ പരിപാടിയൊന്നുമില്ല, നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. ഇനി നമുക്കിത് ദം ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് ഡ്രൈൻ ചെയ്യാൻ വെച്ചിരുന്ന റൈസാണ്. അപ്പോൾ അത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി, മുസമ്പിയുടെ തൊലി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് മതി കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ദം ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വറുത്ത് വെച്ചിരുന്ന ഉള്ളി ബാക്കിയുണ്ടതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വിതറി
കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുസമ്പിയുടെ തൊലി ഉണ്ടല്ലോ, ഇത് നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ, അല്ലാതെ ചോറിൽ മിക്സ് ചെയ്യില്ല. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാൻ പോവാണ്. ഇനി നെയ്യ് ചേർക്കണം എന്ന് ആഗ്രഹം ഉള്ളവർക്ക് വേണമെങ്കിൽ 2 സ്പൂൺ നെയ്യ് ഇപ്പോൾ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല, ഞാൻ ഒട്ടും നെയ്യ് ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു 15 മിനിറ്റ് ദം ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. കരിയൊന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തവ വെച്ചിട്ട് അതിന് മുകളിൽ കയറ്റി വെച്ചാലും മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദമ്മൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് സുർബിയാൻ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബീഫ് ബിരിയാണി പോലെ തന്നെ ബീഫ് സുർബിയാനും നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മുസമ്പിയുടെ തോല് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റണം. നമ്മൾ ഇട്ടതെല്ലാം നമ്മളിതുപോലെ എടുത്ത് മാറ്റണം കേട്ടോ. സ്പൂണോ കോരിയോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ചിക്കൻ സുർബിയാൻ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിരുന്നു, നമ്മളിത് ബിരിയാണി സെർവ് ചെയ്യുന്ന പോലെ മസാല വേറെയും റൈസ് വേറെ അങ്ങനെ എല്ലാം ഇത് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുക സുർബിയാന്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യാം. ആ ബീഫിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ചിക്കൻ സുർബിയാന് കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ബീഫ് ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും, ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള സുർബിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.